ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. സൈലം CMA പാത്ത് വി സീരീസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രൊഡക്ഷൻ ഓഫ് കോസ്റ്റിംഗ് എന്നുള്ള ഭാഗത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ കോസ്റ്റ് എന്താണ്, എക്സ്പെൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ തന്നെ നമ്മളതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷന് വേണ്ടി ഒരു എക്സാമ്പിളൊക്കെ ഇട്ടു, കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് കടക്കുവാണ്. പാത്വേ സീരീസിൽ അടുത്തൊരു സെഷൻ ഇൻട്രൊഡക്ഷൻ ഓഫ് കോസ്റ്റിംഗ്. ഇവിടെയാണ് നമ്മൾ കോസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇന്നലെ വരെ നമ്മൾ എടുത്ത ടോപ്പിക്കിൽ കോസ്റ്റ് എന്താണ്, എക്സ്പെൻസ് എന്താണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലാണ് കോസ്റ്റ് ബെനിഫിറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടൻസ് ആണ് ഇൻകം എക്സ്പെൻസ് എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ് കോസ്റ്റിംഗ്, കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റിംഗ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് സംശയം വരുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എല്ലാവരും കൃത്യമായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്പോട്ടിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്തോളാം. ഓക്കെ, ദെൻ എന്താണ് കോസ്റ്റിംഗ് എന്നുള്ളതാണ്. കോസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് കോസ്റ്റ്, അതുപോലെ തന്നെ അതിന് മറ്റൊരു ടേം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, കോസ്റ്റ് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു റിട്ടേൺ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡിസിഷൻ മേക്കിങ്ങിലാണ് പ്രധാനമായിട്ട് നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഒരു ബിസിനസ്സിന്റെ കുറേ ആസ്പെക്റ്റുകളിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവും. പല ആസ്പെക്റ്റുകൾ, അത് ലോങ് ടേം ആസ്പെക്റ്റുകൾ ഉണ്ടാവും, ഷോർട്ട് ടേം ആസ്പെക്റ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ പല ആസ്പെക്റ്റുകൾ സ്ട്രാറ്റജിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവും, ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവും, ഒരുപാട് ആസ്പെക്റ്റുകൾ നമുക്ക് ഡിസിഷൻസ് നിലവിലെടുക്കാനുണ്ടാവും. അപ്പോൾ ഏതിലാണെങ്കിലും കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ വരുന്നതിൽപ്പെട്ട ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് എന്ന് പറയുന്ന ടേമുമായി ബന്ധപ്പെട്ട് നമ്മൾ സുപ്രധാനമായി തീരുമാനമെടുക്കുന്ന ഒരു കാര്യമാണ് പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് എന്ന് പറയുന്നത്. പ്രൈസിങ്, ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് നിലവിൽ ഉണ്ടാക്കി കഴിഞ്ഞു, അത് മാർക്കറ്റിലോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളതിന് പ്രൈസ് ഫിക്സ് ചെയ്യണം. എന്താണ് പ്രൈസ് എന്ന് പറയുന്നത്? എന്താണ് പ്രൈസ്? പ്രൈസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചിലവാക്കിയിട്ടുണ്ടാവും. ചിലവാക്കുന്നതിനൊക്കെ നമ്മൾ ഇന്നലെ കോസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ കോസ്റ്റിന്റെ കൂടെ നമുക്ക് ആവശ്യമായ ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്തായി, പ്രൈസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് കോസ്റ്റിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നു. ഈ ഒരു ആസ്പെക്റ്റിൽ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രൈസിങ് നമ്മൾ നടത്തുന്ന സമയത്ത് ആ പ്രൈസിങ് നടത്തുന്നതിന് വേണ്ടി അതിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യേണ്ടി വരും. ആ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യേണ്ടി വരുന്ന ആ ആസ്പെക്റ്റിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെച്ചോളാം. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കേണ്ട സമയത്ത് നമുക്കതിന് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. ആ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ മൊത്തവും കോസ്റ്റിങ്ങിന് വേണ്ടി മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്, ഒരു പ്രൈസ്, ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ഒരു പ്രൈസ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ആ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. അതാണ് കോസ്റ്റിംഗ്. അതാണ് പ്രധാനമായിട്ടും കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് മാത്രമാണോ മാനേജ്മെന്റ് അക്കൗണ്ടൻസിന്റെ ഡ്യൂട്ടി? ഇത് മാത്രമാണോ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്? ഇത് മാത്രമാണോ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് കൊണ്ട് കണ്ടുപിടിക്കുന്നത്? അല്ല. എല്ലാ തീരുമാനങ്ങൾക്ക് പിന്നിലും കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ആണ്. എല്ലാ തീരുമാനങ്ങൾക്ക് പിന്നിലും മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ആണ്. അതിൽ വരുന്ന ഒരു തീരുമാനം മാത്രമാണ് എന്ത്, പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ തീരുമാനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് എന്ത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ആദ്യം നോക്കേണ്ട കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത്യാവശ്യം കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഏരിയ തന്നെയാണ്. അത് നമ്മൾക്ക് ഈ പറയുന്നത് പോലെ വളരെ ചുരുക്കം ടൈം കൊണ്ട് പറഞ്ഞു തീർക്കാന്നുള്ളത്, എന്നാലും നമ്മൾ അതിലേക്ക് തുടങ്ങി വെക്കുകയാണ്. കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്, നമ്മൾ ഇന്നലെ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് അതിൽ ഒരുപാട് ടൈപ്സ് ഓഫ് കോസ്റ്റ് പഠിക്കാനുണ്ട്. ഏതൊക്കെ ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ് നമുക്കുള്ളത്, അഥവാ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തൊക്കെ വരും? ഇപ്പോൾ ഈ ടൈപ്സ് ഓഫ് കോസ്റ്റ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റുകളെ മൊത്തം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് വിളിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഓക്കെ, എന്താണ് ഒരു ക്ലാസിഫിക്കേഷൻ?
ക്ലാസിഫിക്കേഷൻ്റെ ഒരു പ്രസക്തി എന്താണ്? അതായത് കോസ്റ്റിംഗ് ചെയ്യണം. നമുക്ക് കോസ്റ്റിംഗ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യണം. ആ പ്രൈസ് ഫിക്സ് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യണം. ആ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തൊക്കെ കോസ്റ്റുകൾ ഉണ്ടെന്ന് അറിയണ്ടേ? അപ്പോൾ ഇത് അറിയുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടണമെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് വളരെ ജനറലായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, വളരെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പകരം ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരികയും ആ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ നമ്മൾ ആലോചിക്കുകയും ചെയ്തതിനാൽ നമുക്ക് എന്ത് ചെയ്യും, എളുപ്പത്തിൽ നമുക്കതിനെ മനസ്സിൽ കൊണ്ടുവരാനും കൺക്ലൂഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് എക്സാമ്പിൾ പറയാം, ദെൻ അത് എന്തുകൊണ്ട് കോസ്റ്റിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് എക്സാമ്പിൾ പറയാം. ക്ലാസിഫിക്കേഷൻ ഒരു പ്രസക്തിയുണ്ട്. ഏതൊരു കാര്യത്തെയും ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടാവും. ഈ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ പല ആസ്പെക്റ്റുകളിൽ പല ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പല ബേസിസിലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ആദ്യം നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ദെൻ ആ ഒരു ആസ്പെക്റ്റ് നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ മറ്റൊരു ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മൾ ഏത് ബേസിസിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാലും ഡാറ്റ എപ്പോഴും സെയിം ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിലുള്ള കുട്ടികളെ മൊത്തം ക്ലാസിഫൈ ചെയ്യണം. ക്ലാസ് റൂമിലുള്ള കുട്ടികളെ ആദ്യം നമ്മളൊരു ജെൻഡർ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്, ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തെന്ന് എഴുതാം. അപ്പോൾ ആൺകുട്ടികളൊക്കെ ഒരു സൈഡിലോട്ട് ഇരിക്കുക, പെൺകുട്ടികളൊക്കെ മറ്റൊരു സൈഡിലോട്ട് ഇരിക്കുക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിഫിക്കേഷനാണ്. അതിനുശേഷം ഇതേ കുട്ടികളിലോട് തന്നെ നമ്മൾ പറയാണ്, ഇപ്പോൾ CMA ക്ലാസ് ആണെന്നത്, അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളെയും കാണും, ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെയും കാണും. അപ്പോൾ നമ്മൾ അവരടുത്ത് പറയാണ്, ഇതിൽ തന്നെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ഒരു സൈഡിൽ ഇരിക്കുക, +2 കഴിഞ്ഞ കുട്ടികൾ മറ്റൊരു സൈഡിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ തന്നെയാണ് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നത്? ഓൾറെഡി ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്ത ആൾക്കാരെ തന്നെ വീണ്ടും ക്ലാസിഫൈ ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? പുതിയ ഡാറ്റ നമ്മൾ എടുക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നേരത്തെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിലും പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സൈഡിലും ഇരുന്ന ആൾക്കാർ തന്നെ ഡിഗ്രിയും +2 മാറുകയാണ്. അപ്പം അങ്ങനെ മാറുമ്പോൾ ആ ഡിഗ്രി പഠിച്ച കുട്ടികളിൽ ആൺകുട്ടികളും കാണും പെൺകുട്ടികളും കാണും. +2 പഠിച്ചു എന്ന് പറയുന്ന ആളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കാണും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഐറ്റം ഒരു ക്ലാസിഫിക്കേഷനിലോട്ട് ഒരു കാറ്റഗറിയിലോട്ട് കയറി എന്നുള്ളത് കൊണ്ട് ഇനി അത് മറ്റൊരു ക്ലാസിഫിക്കേഷനിലോട്ടും വരില്ല എന്ന് വിചാരിക്കരുത്. വേറൊരു അടിസ്ഥാനത്തിൽ വേറൊരു ബേസിസിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് വേറൊരു കാറ്റഗറിയിലേക്ക് വരും. അവിടുന്ന് നമ്മൾ മറ്റൊരു അടിസ്ഥാനത്തിൽ മറ്റൊരു ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടുന്ന് വേറൊരു കാര്യത്തിൽ വരും. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എപ്പോഴും സെയിം ആണ്, പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? ഡാറ്റ എപ്പോഴും സെയിം ആണ്, പക്ഷെ ഇതൊരിക്കലും ഒരു ക്ലാസിഫിക്കേഷനിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് മറ്റൊരു ക്ലാസിഫിക്കേഷനിൽ വന്നുകൂടാന്നുള്ളത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ മനസ്സിലാക്കി വെച്ച് നോക്കുക. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ നമ്മുടെ സെയിം ആണ്, നമ്മൾ എന്തെങ്കിലും ഒരു അടിസ്ഥാനത്തിൽ ഒരു ബേസിസ് ചൂസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യണം എന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം, എന്തിന് ക്ലാസിഫൈ ചെയ്യണം? ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയാലേ നമ്മൾക്ക് അതിനെ ഓവറോൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ കൂടെ ഒരു പണി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ കോസ്റ്റുകൾ നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ ഓർക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ ജനറലി ഓർത്ത് കഴിഞ്ഞാൽ എന്തൊക്കെയോ ചിലവുകളുണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനെ ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ ഓർക്കുകയാണ്. ഇന്ന ഗ്രൂപ്പിൽ എന്തൊക്കെ, ഇന്ന ഗ്രൂപ്പിൽ എന്തൊക്കെ, ഇന്ന ഗ്രൂപ്പിൽ എന്തൊക്കെ. അപ്പോൾ ഒരു കാറ്റഗറി ഉണ്ട്, ആ കാറ്റഗറി അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ക്ലാസിഫിക്കേഷൻ നടത്തിയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി വെക്കുക, നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ ബേസിസ് ഉണ്ട്. വളരെ ചുരുക്കം ബേസിസ് മാത്രം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. എല്ലാ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബേസിസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ വളരെ ചുരുക്കം ബേസിസ് മാത്രം ക്ലാസിഫൈ ചെയ്യാണ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഒരു ജനറൽ ബേസിസ്. നമ്മൾ വളരെ ജനറൽ ബേസിസ് ആയിട്ട് കോസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ബേസിസിൽ നമുക്ക് കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിലൊന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റും മറ്റൊന്ന് ഇൻഡയറക്റ്റ് കോസ്റ്റും ആണ്. ഡയറക്റ്റ് കോസ്റ്റും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റും. അപ്പോൾ ഒരു ജനറൽ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ആയിരിക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാനല്ലേ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് എന്തായാലും ഒരു പ്രൊഡക്റ്റ് വേണമല്ലോ.
എന്തായാലും നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വേണം. അപ്പോൾ എപ്പോഴും ഈ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുമ്പോഴും കോസ്റ്റിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എപ്പോഴും വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോളാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇതൊരു ടേബിളാണ്. ഞാനൊരു ടേബിൾ ഉണ്ടാക്കുകയാണ്. ടേബിൾ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. ഓക്കെ, ടേബിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു ടേബിളാണ്. ഇത് ടേബിളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ടേബിളാണ്. അപ്പോൾ നമ്മളൊരു ടേബിൾ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വുഡൻ ടേബിളാണ്. ഒരു വുഡൻ ടേബിളാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ എല്ലാവരും നമ്മുടെ മനസ്സിൽ ഒരു വുഡൻ ടേബിളിന് എന്ത് ചെയ്തോളാം, കണ്ടോളാം. ഓക്കെ, ദെൻ ഒരു വുഡൻ ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചിലവുകൾ വരും, നമ്മൾ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. ഇപ്പോൾ ഡയറക്റ്റ് കോസ്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഡയറക്റ്റ് കോസ്റ്റ്, എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ളത്. ഡയറക്റ്റ് കോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, ഡയറക്റ്റ് കോസ്റ്റ് ക്യാൻ ബി, ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഡയറക്റ്റ് കോസ്റ്റ് ക്യാൻ ബി, ഒന്ന് ഐഡൻറ്റിഫയബിൾ ആയിരിക്കും. ഡയറക്റ്റ് കോസ്റ്റ് ക്യാൻ ബി ഐഡൻറ്റിഫയബിൾ. അതുപോലെ തന്നെ നമുക്കിത് മറ്റൊരു പ്രത്യേകത പറയാം, ട്രേസബിൾ. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു കേട്ടോ, ട്രേസബിൾ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് മെഷറബിൾ. ഡയറക്റ്റ് കോസ്റ്റ് എപ്പോഴും ഐഡൻറ്റിഫയബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ട്രേസബിൾ ആയിരിക്കും, അതുപോലെ തന്നെ മെഷറബിൾ ആയിരിക്കും. എന്താണ് ഈ ഐഡൻറ്റിഫയബിൾ എന്ന് പറയുന്നത്? ഐഡൻറ്റിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പേര് അതിനുണ്ടാവും. അത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പേര് അതിനുണ്ടാവും. ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാതിരിക്കുന്നതും വിഷയമല്ല, പക്ഷെ അതിന് കൃത്യമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. ഇന്നത് എന്ന് പറയുന്ന ഒരു പേര് എന്നതിനുണ്ടാവും. രണ്ട്, ട്രേസബിൾ നമുക്കത് വേർതിരിക്കാൻ പറ്റും. ഇതിൽ ഇത്രത്തോളം പോർഷൻ ഇന്നതാണ്, ഇത്രത്തോളം പോർഷൻ ഇന്നതാണെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും, വേർതിരിക്കാൻ വേണ്ടി പറ്റും. അതാണ് നമുക്ക് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ദെൻ അടുത്തൊരു പ്രത്യേകതയാണ് മെഷറബിൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് കോസ്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രത്യേകതയാണ് മെഷറബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അളവുണ്ടാവും, അളവ്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ ക്യാനോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി, ഇൻഡയറക്റ്റ് കോസ്റ്റായി. നമ്മൾ എക്സാമ്പിളിലേക്ക് നമ്മൾ തിരിച്ചു വരിക. നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരു വുഡൻ ടേബിൾ അല്ലേ. ഇപ്പോൾ ഒരു വുഡൻ ടേബിളിന് എന്തൊക്കെ ചിലവുകളുണ്ടാവും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ. ഒരു വുഡൻ ടേബിൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ വുഡ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വുഡൻ ടേബിൾ പൊതുവെ എന്താണ്, ഇപ്പോൾ ഫുൾ കംപ്ലീറ്റ്ലി വുഡാണ് ഉണ്ടാവുക. എന്നാൽ വുഡുകളൊക്കെ പരസ്പരം ജോയിൻ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ അല്ലെങ്കിൽ നെയിൽസ് ഉപയോഗിക്കും, ആണികൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ വുഡൻ ടേബിളിൻ്റെ പുറം നമ്മൾ പൊതുവെ ഒരു സൺമൈക്ക എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒട്ടിക്കാറുണ്ട്. നല്ല സർഫേസൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വൃത്തി കിട്ടാൻ വേണ്ടി സൺമൈക്ക് ഒട്ടിക്കും. ഇപ്പോൾ സൺമൈക്ക് ഒട്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഗ്ലൂ അല്ലെങ്കിൽ ഗം ആവശ്യമാണ്, അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താവില്ല, ഇതൊരു ടേബിളായി മാറും. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്, നമ്മൾ പൊതുവെ കാർപ്പൻറ്റർ എന്ന് പറയും, ആശാരിമാരാണ് എന്ത് ചെയ്യുക, ഇതുണ്ടാക്കുക. അപ്പോൾ ഒരു കാർപ്പൻറ്റർ ആവശ്യമാണ്. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ട് ചിലവുകൾ വരികയാണ്. കാരണം നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരു ഫാക്ടറിയിലായിരിക്കും. ഫാക്ടറിക്ക് നമ്മൾ എന്ത് ചെയ്യണം, റെൻറ്റ് കൊടുക്കണം. ഫാക്ടറിക്ക് എന്തുണ്ടാവും, ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ ഫാക്ടറി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി അഥവാ ഒരു ഗാർഡ് എന്ന് പറയുന്ന ഒരാളുണ്ടാവും. പോരാത്തതിന് കുറേ ലേബേഴ്സൊക്കെ ഉള്ള ഫാക്ടറിയിൽ സൂപ്പർവൈസർ ഉണ്ടാവും. എന്ന് കണ്ട് നമ്മൾ ഇതിൻ്റെ ചിലവുകളെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടൊരു ചിലവുകൾ അങ്ങനെ വരാൻ പോകും. അപ്പോൾ ഇത്രയും ചിലവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക, എന്തൊക്കെയാണ് ഡയറക്റ്റ് കോസ്റ്റ്, എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഒരു വുഡൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റ് എന്താണ് ആലോചിച്ച് നോക്കുക. ഡയറക്റ്റ് കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താ, ഐഡൻറ്റിഫയബിൾ ആയിരിക്കണം, ട്രേസബിൾ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്ര എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കാൻ പറ്റണം. ട്രേസബിൾ ആയിരിക്കണം, കൃത്യമായ അളവുണ്ടായിരിക്കണം. ഒന്നുണ്ടാക്കാൻ ഇത്ര ഉപയോഗിക്കണം എന്ന് പറയുന്നൊരു അളവുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റിന് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് വുഡൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വുഡൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വുഡ് ഒരു ഡയറക്റ്റ് കോസ്റ്റാണ്. കാരണം വുഡിന് ഐഡൻറ്റിഫയബിൾ ആണ്, ഇറ്റ്സ് എ വുഡ്, അത് വുഡാണ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അത് ഐഡൻറ്റിഫയബിൾ ആണ്, അത് ട്രേസബിൾ ആണ്.
എന്ന് വെച്ചാൽ നമുക്ക് അതിൽ കൃത്യമായി വേർതിരിക്കാൻ വരും. വുഡിന്റെ പോർഷൻ ഇത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നേരെ വേർതിരിക്കാനായിട്ട് വരും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം മെഷറബിൾ ആണ്. ഇത്ര സ്ക്വയർ ഫീറ്റ് വുഡാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ വുഡ് എന്താണ്? ഒരു ഡയറക്റ്റ് കോസ്റ്റ് ആണ്. വുഡ് ഒരു ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ആലോചിച്ച് നോക്കുക. ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞ കേസ് ആലോചിച്ച് നോക്കുക. നെയിൽസ്, ആണികൾ. ആണി ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നുള്ളത്. ഒരു വുഡൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ പൊതുവെ നമ്മൾ ആണി അടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു ആണി അടിക്കുന്നത് ഇതിൻ്റെ ലെഗ്സും അത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സർഫേസിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആണി അടിക്കും. ആണി അടിച്ചിട്ട് നമ്മളൊന്ന് നോക്കും ഇത് ഫിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഫിറ്റ് ആയിട്ടില്ലെങ്കിൽ ഇനിയും ആണി അടിക്കും. അപ്പോൾ ഫിറ്റ് ആകുന്നത് വരെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് ആണികൾ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒരു വുഡൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വുഡ് അതേ സൈസിൽ മറ്റൊരു വുഡൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വുഡ് രണ്ടും സെയിം ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, മെഷറബിൾ ആണ്, ട്രേസബിൾ ആണ്, ഐഡൻറ്റിഫയബിൾ ആണ് വുഡ്. എന്നാൽ നെയിൽസ്, ആണികളുടെ പ്രത്യേകത എന്താ? ഒരു ടേബിൾ ഉണ്ടാക്കാൻ നമ്മൾ ഒരു 10 ആണികൾ ഉപയോഗിച്ചു എന്ന് കരുതി അതേ ടേബിൾ വീണ്ടും ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ 10 ആണികൾ വേണം എന്ന് വരില്ല, ചിലപ്പോൾ 10 ആണികൾ മതിയായി എന്ന് വരില്ല. അപ്പം നെയിൽസ് നമ്മൾക്ക് എന്തല്ല, മെഷറബിൾ എന്നല്ല. ഇത്ര എണ്ണം വേണം എന്ന് നമുക്ക് പൊതുവെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനൊന്നും പറ്റില്ല. അതാണ് നെയിൽസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അടുത്തൊരു സാധനം നോക്കിയാൽ വുഡൻ ടേബിളിൻ്റെ പുറത്ത് നമ്മൾ ഒട്ടിക്കുന്ന സൺമൈക്ക എന്ന് പറയുന്ന സാധനം. നമ്മൾ വീടുകളിലൊക്കെ ടേബിളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുമല്ലോ സൺമൈക്ക നമുക്ക് എന്താണ് വേണമെങ്കിൽ ഒരു ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് പറയാം. കാരണം സൺമൈക്ക കൃത്യം അളവാണ്. ഒരു വുഡൻ ടേബിളിന് ഇത്ര സ്ക്വയർ ഫീറ്റ് സൺമൈക്ക് വേണമെന്നാണെങ്കിൽ അതേ സൈസിലുള്ള വുഡൻ ടേബിൾ ഉണ്ടാക്കുന്നിടത്തോളം അത്ര തന്നെ സ്ക്വയർ ഫീറ്റിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സൺമൈക്ക് ഉപയോഗിക്കാം. എന്നാൽ സൺമൈക്ക് ഉപയോഗിക്കുന്നിടത്ത് ആ സൺമൈക്ക് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. കാരണം ഇത്ര ml ഗ്ലൂ ആണ് ഒരു വുഡൻ ടേബിളിന് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഒരു റൂള് പറയാൻ പറ്റുമോ? ആ സൺമൈക്ക് ഒട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഗ്ലൂ ആക്കേണ്ടി വരും. ഗ്ലൂ നമ്മൾ ഒരിക്കലും അളന്നിട്ടാക്കാൻ പറ്റില്ല. ഇത്ര ml ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ ml കൊണ്ട് അത് ഒട്ടിയിട്ടില്ലെങ്കിലും ഒന്നാമത്തേൽ ചിലപ്പോൾ ഒട്ടും. കാരണം നമ്മൾ അത് എവിടെയൊക്കെ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധനം ഒട്ടിക്കണമെങ്കിൽ നമുക്കതിന് മൊത്തം എന്ത് ചെയ്യാം? ഗമ്മാക്കിയിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ 4 എഡ്ജുകളിൽ മാത്രം ഗമ്മാക്കിയിട്ട് ഒട്ടിക്കാം. അത് നമ്മൾ ഒട്ടിക്കുന്ന പോലെ. അപ്പം എത്ര ഗ്ലൂ ഉപയോഗിക്കണം എന്നുള്ളതിന് അളവുണ്ടോ? അളവുണ്ടാവില്ല. അപ്പം അതാണ് സംഭവം. ദെൻ അടുത്ത നോക്കി വെക്കുക, കാർപ്പൻ്റർ ഒരു ഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതിൻ്റെ കാരണം എന്താ? കാരണം നമ്മൾ പറയും ഒരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആശാരിക്ക് ഇത്ര കൂലി കൊടുക്കണം. മെഷറബിൾ ആണ്. ആള് ഒരു ടേബിളിനനുസരിച്ചിട്ടാണ് റേറ്റ് പറയുക. അല്ലെങ്കിൽ ആള് ഒരു മണിക്കൂറിന് ആ പണിയെടുത്ത് കഴിഞ്ഞാൽ ഇത്ര കൂലി തരണം എന്നാണ് എന്ത് ചെയ്യുക? റേറ്റ് പറയാം. അപ്പോൾ പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് അയാളുടെ കൂലി, അയാളുടെ ചാർജ് എന്താണ്? മെഷറബിൾ ആണ്. എന്നാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അടുത്ത് വരുന്ന റെന്റ് ഒരിക്കലും നമുക്ക് എന്തല്ല ഒരു പ്രൊഡക്റ്റിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് മെഷറബിൾ ആണോ? റെന്റ് പൊതുവേ എങ്ങനെയാ? റെന്റ് ഒരു മാസത്തേക്ക് ഇത്ര എന്നാണ് പറയുക. അതൊരു പ്രൊഡക്റ്റിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ടേബിൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, ഈ ടേബിളിൽ റെന്റിന്റെ പോർഷൻ എത്രയാന്ന് നോക്കിയിട്ട് ട്രേസബിൾ, റെന്റിന്റെ പോർഷൻ എത്രയാന്ന് നോക്കിയിട്ട് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യാണ്. പറ്റൂല. അപ്പൊ അതൊക്കെയാണ് റെന്റ്, ഇലക്ട്രിസിറ്റി പോലുള്ള സാധനങ്ങളുടെയൊക്കെ പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇവിടെ നമ്മൾ കാർപ്പൻ്റർ, അയാൾ ഒരു ലേബറാണ്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സൂപ്പർവൈസറും ഒരു ലേബറാണ്. പക്ഷെ സൂപ്പർവൈസർ ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. അതിന്റെ കാരണം എന്താ? സൂപ്പർവൈസർക്ക് ഒരിക്കലും സാലറി ഫിക്സ് ചെയ്യുന്നത് ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര എന്ന് പറഞ്ഞിട്ട് മെഷർ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറുടെ സാലറി ഒരു പ്രൊഡക്റ്റിന്റെ പുറത്ത് ഇത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കത് ട്രേസ് ഔട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൽ നിന്നും സൂപ്പർവൈസറുടെ സാലറി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സൂപ്പർവൈസറുടെ സാലറി, ക്ലീനിങ് സ്റ്റാഫിന്റെ സാലറി, അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിന്റെ സാലറി പോലുള്ള കാര്യങ്ങളൊക്കെ എന്താന്ന് പറയാം, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ത്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്തെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഡയറക്റ്റ് കോസ്റ്റിന്റെ ഒരു പ്രത്യേകത, അത് ഐഡന്റിഫയബിൾ ആയിരിക്കും, ട്രേസബിൾ ആയിരിക്കും, മെഷറബിൾ ആയിരിക്കും. നിങ്ങളുടെ തൊട്ട് മുന്നിൽ എന്താണ് ഒരു പ്രൊഡക്റ്റ് കാണുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ തൊട്ട് മുന്നിൽ ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന മറ്റൊരു സാധനമുണ്ട്. നമ്മുടെ ഈ വൈറ്റ് ബോർഡും മറ്റൊക്കെ എറേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ഡസ്റ്റർ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണത്. ആ ഡസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത, ആ ഡസ്റ്ററിൽ 2 പാർട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. താഴെ ഒരു കോട്ടൺ പാർട്ട് ഉണ്ടാവും, അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു പ്ലാസ്റ്റിക് കേസും ഉണ്ടാവും. ഇങ്ങനെയാണ് ഡസ്റ്റർ ഉണ്ടാവുക. അപ്പോൾ ആ ഡസ്റ്ററിൻ്റെ പ്രത്യേകത എന്താ? ആ ഡസ്റ്ററിൽ ആ പറയുന്ന ഒരു ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോഡി ഉണ്ടാവും. ബോഡിൻ്റെ താഴെ ഒരു കോട്ടൺ പോർഷൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു വുഡൻ പോർഷൻ ആയിരിക്കും. വുഡൻ്റെ താഴെ എന്തെങ്കിലും ഒരു കോട്ടൺ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. സിമ്പിൾ എക്സാമ്പിളാണ് ഒരു പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിൽ ഡയറക്റ്റ് എന്തൊക്കെയാണ്, ഇൻഡയറക്റ്റ് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ വുഡൻ പോർഷൻ ഡയറക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് പോർഷൻ ഡയറക്റ്റ് ആണ്.
അതിന്റെ കോട്ടന്റെ സൈസ് എല്ലാ ആ സിമിലർ ഡസ്റ്റർ വരുന്ന എല്ലാത്തിലും കോട്ടന്റെ സൈസ് സെയിം ആയിരിക്കും. പക്ഷെ ഗമ്മും ഇൻഡയറക്റ്റ് ആണ്. കാരണം ഈ കോട്ടണും ഈ പ്ലാസ്റ്റിക് ബോഡിയും തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗം ഉപയോഗിക്കുന്നത്. ആ ഉപയോഗിക്കുന്ന ഗമ്മിന്റെ അളവ് എപ്പോഴും സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഗം ഇൻഡയറക്റ്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിൽ എപ്പോഴും ആലോചിച്ച് നോക്കാം. ദെൻ ഞാൻ ഇവിടെ എന്തുകൊണ്ടൊരു പ്രൊഡക്റ്റ് എടുത്തു? എന്തുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ സ്പെസിഫിക്കലി വുഡൻ ടേബിൾ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വുഡ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തെ ഡയറക്റ്റ് കോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ വുഡ് എപ്പോഴും ഡയറക്റ്റ് കോസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ആ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഈ പേരുകൾ മാറും. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം. ക്ലാസിഫിക്കേഷൻ ആയാലും കോസ്റ്റിനെ കുറിച്ചിട്ടായാലും പഠിക്കാം. അപ്പോൾ ഇതാണ് ജനറൽ ബേസിസ്. ഈ ജനറൽ ബേസിസിൽ ഇൻഡയറക്റ്റ് കോസ്റ്റിനെ തന്നെ നമ്മൾ മറ്റൊരു പേരും കൂടി പറയും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർ ഹെഡ്സ്. വളരെ സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, കൃത്യമായിട്ട് മറുപടി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞു, ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ബേസിസിനെ കുറിച്ചിട്ട് ആലോചിച്ച് നോക്കാം. ഡയറക്റ്റും ഇൻഡയറക്റ്റും എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ഒരു ജനറൽ ബേസിസ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റിൽ കാണാൻ പറ്റുന്ന എലമെന്റുകളുടെ അടിസ്ഥാനത്തിൽ എലമെന്റ് ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യും. എലമെന്റുകളുടെ അടിസ്ഥാനം, എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രൊഡക്റ്റിലാണ് ഘടകങ്ങൾ. ഈ ഘടകങ്ങളെ നമുക്ക് സിമ്പിളായിട്ട് ഇനി നമ്മൾ സെയിം നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് തന്നെയാണ്, ഇനി അതിൽ വെച്ച് നമ്മളങ്ങനെ പറഞ്ഞു പോവുള്ളൂ. ഇനി നമുക്ക് സിമ്പിളാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. എലമെന്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. അതിൽ പ്രൊഡക്റ്റുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന് മെറ്റീരിയൽ എലമെന്റ് ആയിരിക്കും, മറ്റൊന്ന് ലേബർ എലമെന്റ് ആയിരിക്കും, മറ്റൊന്ന് അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ എലമെന്റ് ആയിരിക്കും. മെറ്റീരിയൽ എലമെന്റ്, ലേബർ എലമെന്റ്, അതർ എക്സ്പെൻസസ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. അത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ വന്നു. ഇനി നമ്മളൊരു മറ്റൊരു ബേസിസിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ വട്ടെവർ ഇറ്റ് ഈസ്, നമ്മളത് ചിന്തിക്കണ്ട. നമുക്ക് പുതിയൊരു ബേസിസ് കിട്ടിക്കഴിഞ്ഞു. ഇനി പഴയതിനെ കുറിച്ച് ആലോചിക്കണ്ട. അത് ഡയറക്റ്റ് ആയിക്കോട്ടെ ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, ചിന്തിക്കണം. ഇനി ഞാൻ പറയാം, മെറ്റീരിയൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റിൽ കാണുന്ന മെറ്റീരിയൽ എലമെന്റ് എന്താണ്? മെറ്റീരിയൽ എലമെന്റിന്റെ പ്രത്യേകത എന്താ? നമുക്കത് കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അതിനൊരു ഫിസിക്കൽ സബ്സ്റ്റാൻസ് ഉള്ള ഒരു ഐറ്റം ആണെങ്കിൽ അതൊരു മെറ്റീരിയൽ എലമെന്റ് ആണ്. ഫിസിക്കൽ സബ്സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു എന്താ പറയുക, ഇന്ന സംഗതികളൊക്കെ കൂടിച്ചേർന്നാൽ അത് ഉണ്ടാവും എന്ന് പറയുന്നൊരു ഫിസിക്കൽ സബ്സ്റ്റാൻസ്. എന്ന് വെച്ചാൽ നമുക്ക് ചില കെമിക്കൽ ഐറ്റംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കെമിക്കൽ ഐറ്റംസ്, ഇന്ന ഐറ്റംസ് ഒക്കെ കൂടി ചേർന്ന് ഇന്നൊരു കെമിക്കൽ ഉണ്ടാവും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കെമിക്കൽ ഐറ്റംസിന് ഇന്നൊരു ഫിസിക്കൽ സബ്സ്റ്റാൻസ് എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ കൈകൊണ്ടെടുത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതോ ഇവിടുന്ന് എടുത്ത് അവിടെ വെക്കാൻ പറ്റുന്നതോ ഒരു ഫിസിക്കൽ സബ്സ്റ്റാൻസ് ഉള്ളതോ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും എന്താണ്? മെറ്റീരിയൽ എലമെന്റ് ആണ്. അങ്ങനെയുള്ള മെറ്റീരിയൽ എലമെന്റ് ഏതൊക്കെയാണ് ഒരു പ്രൊഡക്റ്റുകൾ നമ്മുടെ വുഡൻ ടേബിളിൽ കാണാന്ന് വെച്ചാൽ നമ്മൾ നോട്ട് ചെയ്തോളാം. വുഡ് ഒരു മെറ്റീരിയൽ എലമെന്റ് ആണ്, നെയിൽസ് ഒരു മെറ്റീരിയൽ എലമെന്റ് ആണ്, സൺമൈക്ക് ഒരു മെറ്റീരിയൽ എലമെന്റ് ആണ്, ഗം ഒരു മെറ്റീരിയൽ എലമെന്റ് ആണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഇതൊക്കെ മെറ്റീരിയൽ എലമെന്റ് ആണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ വുഡും സൺമൈക്കും ഒരു കാറ്റഗറിയിലും നെയിൽസും ഗ്ലൂവും മറ്റൊരു കാറ്റഗറിയിലുമാണ് വന്നത്. ഓക്കെ, മറ്റൊരു കാറ്റഗറിയിലുമാണ് വന്നത്. എന്നാൽ ഇപ്പം നമ്മൾ മെറ്റീരിയൽ എലമെന്റ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുമ്പോൾ നമ്മൾ വുഡ് മെറ്റീരിയൽ എലമെന്റ് ആണ്, അതുപോലെ തന്നെ സൺമൈക്ക മെറ്റീരിയൽ എലമെന്റ് ആണ്, നെയിൽസ് മെറ്റീരിയൽ എലമെന്റ് ആണ്, അതുപോലെ തന്നെ ഗ്ലൂ എന്താണ്? മെറ്റീരിയൽ എലമെന്റ് ആണ്. ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ച് നോക്കുന്നില്ല, ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നോക്കുന്നില്ല, മെറ്റീരിയൽ ആണോ അത്രമാത്രം നോക്കിയാണ്. അപ്പൊ അതാണ് മെറ്റീരിയലിന്റെ പ്രത്യേകത. ഇനി ലേബർ എലമെന്റിന്റെ പ്രത്യേകത എന്താ? മെറ്റീരിയൽ എലമെന്റ് നമ്മൾ പറഞ്ഞു കൈകൊണ്ട് എടുത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ സബ്സ്റ്റാൻസ് ഉണ്ടാവുന്നത്. ഇനി അടുത്തത് ചിന്തിച്ച് നോക്കുക, നമ്മുടെ കോസ്റ്റ് ഒരു ഹ്യൂമൻ എഫേർട്ട് ആണ്. നമ്മുടെ കോസ്റ്റ് ഒരു ഹ്യൂമൻ എഫേർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ലേബറാണ്. ഹ്യൂമൻ എഫേർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ലേബറാണ്. അത്ര മാത്രം ആലോചിച്ചാൽ മതി. എന്ന് വെച്ചാൽ അതിനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ആലോചിക്കേണ്ട. ഒരു ലേബർ എടുത്ത് ചിലപ്പോൾ നമുക്ക് അപ്പുറത്തും ഇവിടെ വെക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. ഒരു ഹ്യൂമൻ എഫേർട്ട് ആണെങ്കിൽ അതെന്താണ്? ലേബർ എലമെന്റ് ആണ്. ലേബർ എലമെന്റ് നമുക്ക് അപ്പം എങ്ങനെ മനസ്സിലാക്കാം? ചിന്തിച്ചു നോക്കുക. നമ്മുടെ വുഡൻ ടേബിൾ ഉണ്ടാക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന കാർപ്പൻറ്റർ എന്താണ്? ഒരു ലേബർ എലമെന്റ് ആണ്. അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവും,
അതുപോലെ തന്നെ നമുക്ക് സൂപ്പർവൈസർ ഉണ്ടാവും. അതുപോലെ നേരത്തെ പറഞ്ഞു സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടാവും. ഇവരൊക്കെ ആരാണ്? നമുക്ക് ലേബർ എലമെന്റ് ആണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ഇതിൽ കാർപ്പൻറ്റർ എന്ന് പറയുന്ന ആളൊക്കെ ഡയറക്റ്റും ബാക്കിയുള്ളതൊക്കെ ഇൻഡയറക്റ്റും ആയിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ലേബർ എലമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കേസിൽ അതർ എക്സ്പെൻസസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അതർ എക്സ്പെൻസസിൽ ചിന്തിക്കേണ്ട കാര്യം, മെറ്റീരിയലും ലേബറും അല്ലാത്തതാണെങ്കിൽ അതെന്തായിരിക്കും? അതർ എക്സ്പെൻസസ് ആയിരിക്കും. അഥവാ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൈകൊണ്ടെടുത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഫിസിക്കൽ സബ്സ്റ്റാൻസ് ഇല്ല, അതുപോലെ തന്നെ അതിൽ ഹ്യൂമൻ എഫേർട്ടും അല്ല, ഇതൊന്നുമല്ല. ഫോർ എക്സാമ്പിൾ റെൻറ്റ് ആലോചിച്ച് നോക്കുക. റെൻറ്റ് ഒരു ഹ്യൂമൻ എഫേർട്ടാണോ? അല്ല. എന്നാൽ ഒരു മെറ്റീരിയൽ എലമെൻ്റ് ആണോ? അതുമല്ല. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഡിപ്രീസിയേഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊതുവെ വരും, അതർ എക്സ്പെൻസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓൾറെഡി നമ്മൾ പഠിച്ചപ്പോൾ മെറ്റീരിയൽ എലമെന്റിൽ തന്നെ ഇപ്പം എന്തൊക്കെ വന്നു? ഡയറക്റ്റും വന്നു, ഇൻഡയറക്റ്റും വന്നു. ലേബർ എലമെന്റിൽ തന്നെ എന്തൊക്കെ വന്നു? ഡയറക്റ്റും വന്നു, ഇൻഡയറക്റ്റും വന്നു. അതർ എക്സ്പെൻസിലും ഡയറക്റ്റും ഇൻഡയറക്റ്റും വന്നു. നമ്മളത് മൈൻഡ് ചെയ്തോ? ഇല്ല. കാരണം നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ത് ചെയ്തു? വിട്ടു. ഇനി നമുക്ക് എന്തേ ഉള്ളൂ? മെറ്റീരിയൽ, ലേബർ, അതർ എക്സ്പെൻസ്. എന്നാലും നമുക്കിതിൽ വേണമെങ്കിൽ ഇതിനെയൊക്കെ കോമൺ ആയിട്ട് എന്ത് ചെയ്യാം? അങ്ങനെ പറയാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ 2 സബ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാം. ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ, മറ്റൊന്ന് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇതുപോലെ തന്നെ കാർപ്പൻറ്റർ മാത്രം ഡയറക്റ്റ് ലേബർ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇൻഡയറക്റ്റ് ലേബർ. ഒരു ഡയറക്റ്റ് ലേബർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ എന്താണ്? ഡയറക്റ്റ് ലേബറാണ്. വുഡൻ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ കാർപ്പൻറ്റർ, ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഷെഫ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ്? ഡയറക്റ്റ് ലേബറാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സൂപ്പർവൈസർ, ക്ലീനിങ് സ്റ്റാഫ്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ലേബേഴ്സ് ആണ്. അതർ എക്സ്പെൻസസിൽ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് കാണാൻ പൊതുവെ ബുദ്ധിമുട്ടായിരിക്കും. പ്രാക്ടിക്കൽ സിനാരിയോയിൽ തീരെ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ഓൾവേസ് എന്ത് തന്നെയാണ്? അതർ ഓവർ ഹെഡ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രകാരം എലമെന്റ് ബേസിസിലാണ് നമ്മൾ പറഞ്ഞത്. എലമെന്റ് ബേസിസ് പ്രകാരം മെറ്റീരിയൽ, ലേബർ, അതർ എക്സ്പെൻസസ്. അതിൽ നമ്മൾ എന്തിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല? മെറ്റീരിയൽ ആണോ, എന്തിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല? ഡയറക്റ്റ് ആണോ, ഇൻഡയറക്റ്റ് ആണോ എന്ന് ആലോചിച്ചിട്ടില്ല. ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ബിഹേവിയർ. ബേസ്ഡ് ഓൺ കോസ്റ്റ് ബിഹേവിയർ. കോസ്റ്റ് ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിലൊന്നാണ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ്, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ്, അതുപോലെ തന്നെ മിക്സഡ് കോസ്റ്റ് എന്ന് പറയും. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, മിക്സഡ് കോസ്റ്റ്. ഓക്കെ, ഇങ്ങനെ 3ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞതിനെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. പുതിയ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുവരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡൻ ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, മിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ദ കോസ്റ്റ് ദാറ്റ് കോൺസ്റ്റന്റ്. കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും വാട്ട് എവർ ദ ആക്ടിവിറ്റി ലെവൽ. നമ്മൾ എത്ര ആക്ടിവിറ്റി ചെയ്താലും, എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്താലും, എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈവൻ 0 ആണെങ്കിൽ പോലും ആ കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നേരെ തിരിച്ച്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂടും, പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കുറയും, പ്രൊഡക്ഷൻ ഇല്ലേ, കോസ്റ്റ് ഇല്ല. ഇങ്ങനെയുള്ളത് നമുക്ക് എന്ത് പറയും? വാരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കും. ദെൻ അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ മിക്സഡ് കോസ്റ്റ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്തൊക്കെ എക്സാമ്പിൾസ് വരുന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വുഡ് വേരിയബിൾ കോസ്റ്റ് ആയിരിക്കുമോ ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കുമോ എന്നുള്ളത് ആദ്യം ആലോചിച്ച് വെക്കാം. വുഡിൻ്റെ അളവ് എങ്ങനെയാണ്? നമ്മൾ വുഡൻ ടേബിൾ കൂടുതൽ ഉണ്ടാക്കിയാൽ കൂടുതൽ വുഡ് വേണം, കുറവേ ഉണ്ടാക്കുന്നുള്ളത് കുറവ് വുഡ് മതി, ഉണ്ടാക്കുന്നില്ലെങ്കിൽ വുഡ് വേണ്ട. അപ്പോൾ ഇത് വേരിയബിൾ അല്ലേ? അപ്പോൾ വുഡ് എന്താണ്? ഒരു വേരിയബിൾ കോസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ സൺ മേക്കർ വേരിയബിൾ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ചിന്തിച്ചു നോക്കുക, നെയിൽസ് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, കൂടുതൽ നെയിൽസ് വേണ്ടി വരും, കുറവേ ഉണ്ടാക്കുന്നുള്ളൂ, കുറവ് മതി, നെയിൽസ് എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ഗ്ലൂ എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ഇതൊക്കെ എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ റെന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കാർപ്പൻറ്റർ സാലറി കൊടുക്കുന്നത്, കാർപ്പൻറ്റർക്ക് വേജസ് കൊടുക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? കൂടുതൽ പണിയെടുത്താൽ അയാൾക്ക് എന്ത് ചെയ്യണം? കൂടുതൽ കൊടുക്കണം. കൂടുതൽ നമ്പർ ഓഫ് ടേബിൾസ് ഉണ്ടാക്കിയാൽ കൂടുതൽ കൊടുക്കണം. അപ്പോൾ കാർപ്പൻറ്റർ എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. എന്നാൽ സൂപ്പർവൈസർ കൂടുതൽ പണിയെടുക്കും എന്ന് പറയാൻ പറ്റുമോ? കൂടുതൽ ടേബിളുകൾ ഉണ്ടാക്കി, ഒരു സീസൺ ടൈമിൽ കൂടുതൽ ടേബിൾ ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് സൂപ്പർവൈസർ കൂടുതൽ സാലറി കൊടുക്കണം? വേണ്ട.
ഒരു സീസണിൽ ടേബിൾ ഉണ്ടാക്കിയിട്ടേ ഇല്ല. സാലറി കൊടുക്കാതിരിക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ സൂപ്പർവൈസർ എന്താ? ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. സൂപ്പർവൈസർ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഓക്കെ. ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അടുത്തൊരു സാധനം വരുന്നതാണ് ഇപ്പോൾ റെന്റ്. ടേബിൾ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും റെന്റ് കൊടുക്കണം. അതെന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഡിപ്രീസിയേഷൻ മിക്കവാറും നമ്മളതിനെ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക, ഡിപ്രീസിയേഷൻ. ഇപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്താ പറയുക, ഫിക്സ്ഡ് കോസ്റ്റ് ആണെന്ന് പറയും. അപ്പം ഇതിനൊക്കെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. നമ്പർ ഓഫ് ആക്ടിവിറ്റി എത്ര തന്നെ ആയാലും ഫിക്സ്ഡ് കോസ്റ്റ് ഫിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞു, കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് ഒക്കെ ഫിക്സ്ഡ് ആണ് ഇൻ ടോട്ടൽ. ഫിക്സ്ഡ് കോസ്റ്റ് ഫിക്സ്ഡ് ആണ്. ടോട്ടൽ എമൗണ്ടിൽ എപ്പോഴും എന്താണ്, ഫിക്സ്ഡ് ആണ്. ടോട്ടൽ എമൗണ്ടിൽ ഫിക്സ്ഡ് ആണ്. പക്ഷെ അത് പെർ യൂണിറ്റ് എമൗണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ടോട്ടലി ഒരു 10,000 ഉള്ള ഒരു ഫിക്സ്ഡ് കോസ്റ്റ്, നമ്മളൊരു 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കരുതുക. അത് പെർ യൂണിറ്റ് എത്രയായി മാറും? $1 മാറും. ഇനി നമ്മളൊരു 1000 യൂണിറ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് കരുതുക. പെർ യൂണിറ്റ് അത് 10 മാറും. ഇനി ഒരു 100 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് കരുതുക. പെർ യൂണിറ്റ് എത്രയാവും? 100 മാറും. കാരണം ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇത് പെർ യൂണിറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതെന്താണ്, റെന്റ്, സൂപ്പർവൈസർ സാലറി, ഡിപ്രീസിയേഷനൊക്കെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 10,000 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ വരുള്ളൂ. പെർ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ വാരി ചെയ്യുന്നുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ഫിക്സ്ഡ് ആണ് ടോട്ടൽ, പെർ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ വാരി ചെയ്യുന്നുണ്ട്. നേരെ തിരിച്ചു ആലോചിച്ച് നോക്കാം. വാരിയബിൾ കോസ്റ്റ് വാരി ചെയ്യുന്നുണ്ട്. അതും എങ്ങനെയാണ്? ടോട്ടൽ എമൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, വാരി ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ വുഡിൻ്റെ അളവ് $50 ആണെന്നില്ല. ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി $50 വുഡ് വേണമെന്നില്ല. നമ്മൾ 10 ഉണ്ടാക്കുന്നു. 10 ഉണ്ടാക്കിയാൽ എത്രയായി? $500 വുഡ് വേണം. 100 ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രയായി? $5000 വുഡ് വേണം. പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ വാരി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുമ്പോൾ ടോട്ടൽ. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് വാരിയബിൾ ആണ് ടോട്ടലിൽ. പെർ യൂണിറ്റിൽ എപ്പോഴും അത് എത്രയാണ്? ഫിക്സ്ഡ് ആണ്. അപ്പോൾ നേരെ തിരിച്ച് ചിന്തിച്ചോളാം. ഫിക്സ്ഡ് കോസ്റ്റ് ഫിക്സ്ഡ് ആണ് ടോട്ടലിൽ, വേരി ചെയ്യും പെർ യൂണിറ്റ്. വാരിയബിൾ കോസ്റ്റ് വാരിയബിൾ ആണ് ഇൻ ടോട്ടൽ, ഇറ്റ് വിൽ ബി ഫിക്സഡ് പെർ യൂണിറ്റ്. പെർ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. പിന്നെ വരുന്നൊരു കാറ്റഗറി മിക്സഡ് കോസ്റ്റ്. മിക്സഡ് കോസ്റ്റിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ ആദ്യം കിടക്കുന്നില്ല. അതായത് നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റ്, സെമി ഫിക്സഡ് കോസ്റ്റ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുണ്ട്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി നമ്മൾ പേ ചെയ്യുന്നത് എന്താണ്? ഒരു സെമി വേരിയബിൾ കോസ്റ്റ് ആണ്. അതായത് ഇലക്ട്രിസിറ്റി നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു പോർഷൻ എമൗണ്ട് എപ്പോഴും അതിൽ ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവും. നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ബില്ല് വരും. അത് ഫിക്സഡ് ആണ്. യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഫിക്സഡ് എമൗണ്ടിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാറാണ്? എക്സ്ട്രാ വരാറാണ്. അതൊരു $300 ഫിക്സഡ് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. നമ്മൾ 2 മാസം വീട് അടച്ചിട്ട് പുറത്തു പോയാലും $300 ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ എന്ത് ചെയ്യണം? പേ ചെയ്യണം. നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ $300 മുകളിൽ വരും. അപ്പോൾ അതിൽ ഫിക്സഡ് ഉണ്ട്, വേരിയബിളും ഉണ്ട്. ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമൗണ്ട് പ്ലസ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് കൂടും, അത് വേരിയബിൾ പോർഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മിക്സഡ് കോസ്റ്റിൽ ഒരു സാധനം പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ ബിഹേവിയർ. അപ്പോൾ സെയിം ഒറ്റ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ കോസ്റ്റുകളൊക്കെ ക്ലാസിഫൈ ചെയ്യണം. നമ്മൾ ഒരു വുഡൻ ടേബിളാണ് പ്രൊഡക്റ്റ് ആയിട്ട് എടുത്തത്. വുഡൻ ടേബിളിന് ആവശ്യമായ അത്യാവശ്യം സാധനങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഒന്ന് നോക്കി, എന്നിട്ട് അതിനെ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തു. ദെൻ എലമെന്റ് ബേസിസിൽ മെറ്റീരിയൽ, ലേബർ, അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇപ്പം ബിഹേവിയറൽ ബേസിസിൽ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, മിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തു. ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ അത് based on function. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അധികം നമ്മൾക്ക് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. അഥവാ അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആ കോസ്റ്റ് ഏതൊരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2 ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് മൊത്തത്തിൽ മാറ്റാം. ബിസിനസിൻ്റെ മൊത്തം ഫംഗ്ഷൻസിനെ 2 ഫംഗ്ഷൻസ് ആക്കി മാറ്റാം. ഒന്ന് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഫംഗ്ഷനും നോൺ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഫംഗ്ഷനും നോൺ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. നോൺ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതിന് ശേഷമോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ അധികം കൺസിഡർ ചെയ്യേണ്ട, ഉണ്ടാക്കിയതിന് ശേഷം മതി.
ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് മാർക്കറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതായത് മാർക്കറ്റിംഗ്, അതിനുശേഷം സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ എന്താണ് നോൺ മാനുഫാക്ചറിങ്. ഇപ്പം ഇതിന് ഈ ക്ലാസിഫിക്കേഷൻ പ്രകാരം നമ്മൾ ഈ കോസ്റ്റുകൾക്ക് പേരിടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകളാണെങ്കിൽ നമ്മൾ അതിനെ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയും. നോൺ മാനുഫാക്ചറിങ് റിലേറ്റഡ് ആണെങ്കിൽ പീരിയഡ് കോസ്റ്റ് എന്ന് പറയും. മാനുഫാക്ചറിങ് റിലേറ്റഡ് ആണെങ്കിൽ പ്രൊഡക്റ്റ് കോസ്റ്റും, നോൺ മാനുഫാക്ചറിങ് റിലേറ്റഡ് ആണെങ്കിൽ പീരിയഡ് കോസ്റ്റും. പ്രൊഡക്റ്റ് കോസ്റ്റിനെ തന്നെ നമ്മൾ ഇൻവെൻട്രിയബിൾ കോസ്റ്റ് എന്നൊക്കെ പറയും. പീരിയഡ് കോസ്റ്റിനെ നമ്മൾ പൊതുവെ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നും പറയും. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് കോസ്റ്റ് നമുക്കൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞാലോ. പ്രൊഡക്റ്റ് കോസ്റ്റ് ഇത്രയേ ഉള്ളൂ. വിത്തൗട്ട് വിച്ച് ദ കോസ്റ്റ് വിത്തൗട്ട് വിച്ച് പ്രൊഡക്ഷൻ കുഡ് നോട്ട് ബി മെയ്ഡ്. പ്രൊഡക്ഷൻ കുഡ് നോട്ട് ബി മെയ്ഡ്. അതില്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. ആ ഒരു സാധനം ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, വുഡ് ഒരു പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിരിക്കും അല്ലയോ? വുഡ് ഒബ്വിയസ്ലി എന്താണ്, ഒരു പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ്. വുഡ് ഇല്ലെങ്കിൽ ടേബിൾ ഇല്ല, നെയിൽസ് ഇല്ലെങ്കിൽ ടേബിൾ ഇല്ല, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ സൺമേക്ക് ഇല്ലെങ്കിൽ ടേബിൾ ഇല്ല, ഗ്ലൂ ഇല്ലെങ്കിൽ ടേബിൾ ഇല്ല, കാർപ്പൻറ്റർ ഇല്ലെങ്കിൽ ടേബിൾ ഇല്ല, ഈവൺ റെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ടേബിൾ ഇല്ല, ഇലക്ട്രിസിറ്റി അടച്ചിട്ടില്ലെങ്കിൽ ടേബിൾ ഇല്ല, ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ടേബിൾ ഇല്ല, സൂപ്പർവൈസർ ഇല്ലെങ്കിൽ ആ ടേബിൾ ഇല്ല. അപ്പം എങ്ങനെ ശരിയാവും? എല്ലാ കോസ്റ്റും പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. ആ കോസ്റ്റിന് ഒരു പ്രത്യേകത മാത്രം ആലോചിച്ചാൽ മതി. പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലേ? അതുകൊണ്ട് തന്നെ ആ കോസ്റ്റ് എവിടെ സംഭവിക്കുന്നതായിരിക്കും? ഫാക്ടറിയിൽ സംഭവിക്കുന്നത്. ഫാക്ടറിക്കകത്ത് സംഭവിക്കുന്ന എന്തൊക്കെ കോസ്റ്റുകളുണ്ടോ അത് മൊത്തം പ്രൊഡക്റ്റ് കോസ്റ്റാണ്. ഫാക്ടറിക്കകത്ത് സംഭവിക്കുന്ന എന്തൊക്കെ കോസ്റ്റുകളുണ്ടോ അതൊക്കെ പ്രൊഡക്റ്റ് കോസ്റ്റുകളാണ്. ദെൻ ഫാക്ടറിക്ക് വെളിയിൽ സംഭവിക്കുന്ന കോസ്റ്റുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്താണ്? നോൺ മാനുഫാക്ചറിങ് കോസ്റ്റാണ്. ഫാക്ടറിക്ക് വെളിയിൽ സംഭവിക്കുന്നതൊക്കെ എന്താണ്? നോൺ മാനുഫാക്ചറിങ് കോസ്റ്റാണ്. ഫാക്ടറിക്ക് പുറത്താണെങ്കിൽ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ്, ഫാക്ടറിക്ക് അകത്താണെങ്കിൽ അതൊക്കെ എന്താണ്? പ്രൊഡക്റ്റ് കോസ്റ്റ്. ഇപ്പം നമ്മൾ തമാശക്ക് കുട്ടികളടുത്തൊക്കെ ചോദിക്കും, ഫാക്ടറിക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെന്ന് കരുതുക. ആൾ ഫാക്ടറിക്ക് പുറത്തല്ലേ, ഫാക്ടറിക്ക് അകത്തല്ലല്ലോ ഗാർഡ് നിൽക്കുക, ഗേറ്റിൻ്റെ പുറത്തല്ലേ ഗാർഡ് നിൽക്കുക പൊതുവെ. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ഫാക്ടറി കോസ്റ്റ് ആണോ അതോ പീരിയഡ് കോസ്റ്റ് ആണോ? അല്ല സോറി, പ്രൊഡക്റ്റ് കോസ്റ്റ് ആണോ പീരിയഡ് കോസ്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ പറയും ഫാക്ടറിക്ക് അകത്താണെങ്കിൽ ഫാക്ടറി കോസ്റ്റ് മീൻസ് പ്രൊഡക്റ്റ് കോസ്റ്റ്, ഫാക്ടറിക്ക് പുറത്താണെങ്കിൽ പീരിയഡ് കോസ്റ്റ്. അപ്പോൾ അയാൾ നിൽക്കുന്നത് ഫാക്ടറിക്ക് അകത്താണോ പുറത്താണോ എന്ന് നോക്കിയിട്ടല്ല. ദ കോസ്റ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ഫാക്ടറി. ഇഫ് ദ കോസ്റ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ഫാക്ടറി ദാറ്റ്സ് പ്രൊഡക്റ്റ് കോസ്റ്റ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഫാക്ടറിയുടെ സെക്യൂരിറ്റി എന്താണ്? പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ്. കാരണം അയാൾ ഫാക്ടറിക്ക് വേണ്ടിയിട്ടാണ്. ഫാക്ടറിക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് വെയിലുള്ള സമയത്ത് അയാൾ അകത്ത് നിന്നു, വെയിൽ പോയപ്പോൾ പുറത്ത് നിന്നു. അപ്പോൾ രണ്ട് സമയത്തും രണ്ടായി മാറൂലേ എന്നല്ല, എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല. ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് ആണോ പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ്, ഫാക്ടറിയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പീരിയഡ് കോസ്റ്റ് ആണ്, നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. അത് നമ്മൾ പറയലും അങ്ങനെ തന്നെയാണ്. കാരണം പ്രൊഡക്റ്റ് കോസ്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ദ കോസ്റ്റ് വിതൗട്ട് വിച്ച് ദ പ്രൊഡക്ഷൻ കുഡ് നോട്ട് ബി മെയ്ഡ്. അപ്പോൾ പീരിയഡ് കോസ്റ്റിന് ഒരു എക്സ്പ്ലനേഷൻ ഇല്ലേ? അതർ ദാൻ ദോസ് പ്രൊഡക്റ്റ് കോസ്റ്റ് ആർ പീരിയഡ് കോസ്റ്റ്. അതർ ദാൻ ദോസ് പ്രൊഡക്റ്റ് കോസ്റ്റ് ആർ പീരിയഡ് കോസ്റ്റ്. പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ലാത്തതൊക്കെ എന്താണ്? പീരിയഡ് കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് സ്പെസിഫിക്കലി പറയാം. അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മേഖലകൾ, ഓഫീസ് സംബന്ധമായിട്ടുള്ള കോസ്റ്റുകൾ, അഡ്മിനിസ്ട്രേഷൻ മേഖലയിലുള്ള കോസ്റ്റുകൾ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഏരിയയിലുള്ള കോസ്റ്റുകൾ, സെല്ലിംഗ് ഏരിയയിലുള്ള കോസ്റ്റുകൾ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലുള്ള കോസ്റ്റുകൾ, ഇതൊക്കെ ഫാക്ടറിക്ക് പുറത്താണ്. ഇതൊക്കെ ഫാക്ടറിക്ക് പുറത്താണ്. അതായത് നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ സെല്ലിംഗ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള എല്ലാ കോസ്റ്റുകളും നമുക്ക് എന്താണെന്ന് പറയാം? നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയാം. ഇവിടെയാണെങ്കിലോ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കോസ്റ്റ് മാത്രമാണ് വരിക. അപ്പോൾ ഇതാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. വളരെ ചെറിയ സമയം വളരെ വലിയ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിനെ എടുത്തിട്ട് കോസ്റ്റിംഗ് എന്താണെന്നുള്ളത് പറഞ്ഞത്. കോസ്റ്റിംഗ് എന്താണെന്നുള്ളതല്ല, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞത് സിമ്പിളായിട്ട് പറഞ്ഞതാണ്. കോസ്റ്റിംഗ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ കോസ്റ്റിംഗ്. അതിനുവേണ്ടി ആദ്യത്തെ പടി എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ കോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. കാരണം എന്നാലേ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന കാറ്റഗറിയിൽ ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന കാറ്റഗറിയിൽ ഇന്നൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന കാറ്റഗറിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് നോക്കുന്നു. ഇതിനാ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വെറുതെ ഒരു എക്സാമ്പിളിന് എടുത്തു. അത് നമ്മളുടെ റെഫറൻസ് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വുഡൻ ടേബിളാണ് നമ്മളെടുത്തത്.
ആ വുഡൻ ടേബിളിൽ എന്തൊക്കെ കോസ്റ്റുകൾ വേണ്ടി വരുന്നു. നമ്മൾ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, വേറെയും കോസ്റ്റുകൾ വരും. നമ്മൾ ജസ്റ്റ് ഇത് മാത്രം എടുത്തുന്നുള്ളൂ. വുഡ് വേണം, നെയിൽസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നമ്മൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആക്കി, അതുപോലെ തന്നെ മെറ്റീരിയൽ, ലേബർ, അതർ എക്സ്പെൻസസ് ആക്കി, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, മിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി ആക്കി. ലാസ്റ്റ് വൺ പ്രൊഡക്റ്റ് കോസ്റ്റും പീരിയഡ് കോസ്റ്റും ഒക്കെ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ഇതാണ്, പ്രൊഡക്റ്റ് കോസ്റ്റും പീരിയഡ് കോസ്റ്റും. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഇന്ന് സൈലം CMA USA പാത്വേ സീരീസിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇതായിരുന്നു. എല്ലാ കുട്ടികൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ കൃത്യമായിട്ട് ചോദിക്കുക. നമ്മൾ പാത്വേ സീരീസ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ CMAയിലേക്കുള്ള നിങ്ങളുടെ ജേണി, CMAയിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു സ്റ്റെപ്പ് ഈസി ആവണം. എന്ന് വെച്ചാൽ ഇന്നതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇതൊക്കെ നമ്മളെ കൊണ്ടും ചിന്തിച്ചാൽ കിട്ടുന്നതാണല്ലോ എന്നുള്ളതാണ്. പാത്വേ സീരീസിൽ CMAയുടെ സിലബസ് മൊത്തം ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പോസിബിൾ അല്ല. പക്ഷെ എന്താ, ഇതൊക്കെ നമ്മളും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വർക്ക് ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മതി. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിലുള്ളൂ. അത് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ റംസാൻ, നോമ്പ്, അതുപോലെ തന്നെ പെരുന്നാൾ, വിഷു, ഇങ്ങനെയുള്ള കുറേ ഫെസ്റ്റിവൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് നിങ്ങൾ ലൈവിൽ വൈകുന്നേരം 5 മണി 6 മണി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ലൈവിൽ വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങളുടെ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് വരുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും, നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പും കൃത്യമാവണം. അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം. നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ വേണ്ടായിരുന്നു എന്ന് തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് നമ്മൾ പാത്വേ സീരീസ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണം. നിങ്ങൾ ചിന്തിക്കുന്നു, ശരിയായ ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. നമ്മുടെ കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സെഷൻ കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.